ഭരണാധികാരികൾ സാധാരണക്കാരുമായി ഇടപെടുമ്പോഴാണ് ഭരണത്തിന്റെ സത്യാവസ്ഥകൾ തിരിച്ചറിയുന്നത്. ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ചില ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് ചാനലുകാർ ഓരോരുത്തരുടെയും ചില മൊഴിയെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് പൊതുജനസമൂഹത്തിന്റെ ചിന്തയുടെ ഒരു നഖചിത്രമാണ്. നമ്മുടെ സർവേകളൊക്കെ വിജയിക്കുന്നത് അങ്ങനെയാണല്ലോ, അതിന്റെ ഫലം കാണുന്നത് അങ്ങനെയാണ്. പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ചിലപ്പോ 1-2 ആളുകളുടെ നാവിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഉമ്മ, ഉമറിനെ കുറിച്ച് നിങ്ങൾക്കെന്താ പറയാനുള്ളത്? മാദാ തഖൂലൂന ഫീഹി? പറഞ്ഞു, ഈ ചെറുപ്പക്കാരാ, ലാ ജസാഹുല്ലാഹു അന്നി ഖൈറാ, ഉമറിന് ഒരു നന്മയും വരാതിരിക്കട്ടെ എന്തേന്ന് ചോദിച്ചു. അദ്ദേഹം മുസ്ലിമായതിന്റെ ശേഷം ഒരു ദീനാറോ ദിർഹമോ എനിക്ക് തന്നിട്ടില്ലല്ലോ. ഉമ്മയുടെ പരാതി പറയാൻ, അദ്ദേഹം ഭരണാധികാരം ഏറ്റെടുത്തിട്ട് ഒരു ദീനാറോ ദിർഹമോ എന്റെ കയ്യിൽ തന്നിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാ അയാൾക്ക് നന്മയ്ക്ക് വേണ്ടി ആയിരക്കുന്നത്? ലാ ജസാഹുല്ലാഹു അന്നി ഖൈറ, ഉമറിന് ഒരു ഗുണവും കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, പെണ്ണിനെ അറിയില്ലല്ലോ ഇത് ഉമർ തങ്ങളാണെന്ന്. ഉമർ തങ്ങൾ ചോദിച്ചു, അല്ല ഉമ്മ, നിങ്ങളെപ്പറ്റി ഉമറിന് അറിയില്ലാത്തത് കൊണ്ടായിരിക്കും, നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുകയാണെന്ന് ഉമർ എന്നവർ എങ്ങനെ അറിഞ്ഞിരിക്കും? അതുകൊണ്ട് ഉമറിന് നിങ്ങൾ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് ശരിയല്ലല്ലോ, അദ്ദേഹം അറിഞ്ഞു കാണില്ലല്ലോ. അപ്പോ സ്ത്രീ പറയാണ്, സുബ്ഹാനല്ലാഹ്, എന്റെ അത്ഭുതം ഇതല്ല. ഒരു സമൂഹത്തിന്റെ ഭരണം ഒരാൾ ഏറ്റെടുത്തിട്ട് ലാ യദ്രി മാ ബൈന മശ്രിഖിഹാ വ മഗ്രിബിഹാ, ആ രാജ്യത്തിന്റെ ആളുകളെ സംബന്ധിച്ച് ആ പ്രദേശത്തിന്റെ കിഴക്കും പടിഞ്ഞാറും ആ ഭരണാധികാരിക്ക് അറിയില്ലാന്നോ? ഇങ്ങനെയുണ്ടോ ഭരണാധികാരികൾ? എന്നെ പറ്റിയൊക്കെ ആൾ അറിയേണ്ടതല്ലേ എന്ന് ഈ പെണ്ണിന്റെ ഭാവം. സുബ്ഹാനല്ലാഹ്, ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയി എന്നാണ്. ആ ഉമ്മയെ കാണാതെ പുറത്തു ചെന്നിട്ട് പറഞ്ഞു, വാ ഉമറാ, ഉമറേ, ഉമറേ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. കുല്ലു നാസി അഫ്ഖഹു മിൻക യാ ഉമർ ഹത്തൽ അജായിസ്, ഉമറേ, ഈ സമൂഹത്തിലെ പാവപ്പെട്ട വൃദ്ധകളായ ഉമ്മമാർ പോലും ഉമറേ നിന്നെക്കാളും കാര്യം മനസ്സിലാക്കിയല്ലോ. യാ അമത്തല്ലാഹ്, അവർ ചെന്ന് ചോദിച്ചു ഉമർ റളിയല്ലാഹു അൻഹു, അല്ല ഉമ്മ, ഉമർ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തയിടം മുതൽ ഇക്കാലം വരെ നിങ്ങൾക്ക് ഒന്നും തന്നില്ല എന്ന് പറഞ്ഞില്ലേ? അത് ഉമർ തങ്ങൾ നിങ്ങളോട് ചെയ്ത അനീതിയാണെന്നും നിങ്ങൾ വിചാരിക്കുന്നു. നാളെ അല്ലാഹു തആല ഉമറിനെ വിചാരണ ചെയ്യുകയും ഉമർ റളിയല്ലാഹു അൻഹു നരകത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കട്ടെയോ, നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടത്തിന് പകരം ഉമർ എന്നവർ എത്ര തന്നാൽ നിങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കും? എത്രയാണ് തരേണ്ടത്? ഉമ്മ വിട്ടുകൊടുത്തില്ല. വീണ്ടും പിന്നെ ഉമർ തങ്ങൾ ചോദിച്ചു, എത്ര വേണം? നിങ്ങൾ പറഞ്ഞ സംഖ്യ ഞാൻ ഉമർ തങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചു തരാം. ഇത് ഉമർ തങ്ങളാണ് ഈ പറയുന്നത് എന്ന് ഉമ്മക്ക് അറിയില്ലല്ലോ. അങ്ങനെ അവസാനം ആ ഉമ്മ എഗ്രി ചെയ്തു. 25 സ്വർണ്ണ നാണയം, 25 ദീനാർ. 25 ദീനാർ ശരി, എന്നാൽ 25 ദീനാർ ഉമറിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പൊരുത്തപ്പെടണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റ്, നിങ്ങൾക്ക് ഒരു അക്രമം സംഭവിച്ചു പോയത്, അക്രമം എന്ന് പോലും പറഞ്ഞുകൂടാ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ പ്രവിശാലമായ ലോകത്ത് ഒരു മുസ്ലിം ഉമ്മയെ കാണാതെ അറിയാതെ പോയതിന്റെ ആ ഒരു പാപഭാരം കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ഉമറിനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഉമ്മ 25 ദീനാർ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു 25 ദീനാർ ഉമ്മാക്ക് കൈമാറുമ്പോഴാണ് സദസ്സിലേക്ക് കടന്നു വരുന്ന പ്രഗത്ഭരായ 2 സ്വഹാബിമാർ. ഒന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മറ്റേത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. രണ്ടുപേരും കടന്നു വന്നപ്പോ മഹാനായ ഉമർ തങ്ങളോട് രണ്ടുപേരും സലാം പറഞ്ഞത് ഇങ്ങനെയാണ്, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ, അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളുടെ നേതാവായവരെ അള്ളാഹുവിന്റെ കരുണ നിങ്ങൾക്കുണ്ടാകട്ടെ. കാരണം അമീറുൽ മുഅ്മിനീൻ എന്ന് വിളി കേട്ടപ്പോ മനസ്സിലായി ഇത് താൻ സംസാരിച്ചു കൊണ്ടിരുന്നത് ഭരണാധികാരിയോട് തന്നെയായിരുന്നു. ആ ഉമ്മ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, വാസൗ അസാ വാസൗ അസാ ശതംതു അമീറുൽ മുഅ്മിനീൻ ഫീ വജ്ഹിഹി, എന്റെ കഷ്ടമേ, എന്റെ നാണമേ, എന്റെ അപമാനമേ, അമീറുൽ മുഅ്മിനീനെ മുഖത്ത് നോക്കിയാണല്ലോ ഞാൻ ഇത്രയും നേരം ചീത്ത പറഞ്ഞത് എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ നിങ്ങൾ വിഷമിക്കണ്ട, അത് സാരമില്ല, ലാ ബഅസ അലൈഹി, നിങ്ങൾ ഒരു എഴുതാൻ ഒരു ചെറിയ കടലാസ് എനിക്ക് തരുമോ? ആ ഉമ്മ തപ്പി നോക്കി, അവിടെ ഒന്നും കിട്ടിയില്ല.
ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു കടലാസിന്റെ കഷ്ണത്തിൽ ഉമർ റളിയല്ലാഹു എഴുതി വെച്ചത് വളരെ മനോഹരമാണ്. ഉമർ തങ്ങൾ എഴുതി വെച്ചു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കരുണാനിധിയും കരുണാവാരിധിയുമായ സർവശക്തനായ അള്ളാഹുവിന്റെ നാമത്തിൽ കുറിച്ചു വെക്കുന്നു. ഹാദാ മശ്തറാ ഉമർ മിൻ ഫുലാന വലാമതഹാ മിൻ വലിയിൽ ഖിലാഫ. ഇസ്ലാമിന്റെ ഭരണകാലം ഏറ്റെടുത്ത മുതൽ ഈ സ്ത്രീയോട് ഉമർ തങ്ങൾ ചെയ്ത അന്യായം ഉമർ തങ്ങൾ പകരം കൊടുക്കുന്നതാണ് ഈ രേഖ. ഇലാ യൗമി കദാ, ഇന്നാലിന്ന ദിവസം വരേക്കും ബിഖംസത്തിൻ വഇശ്രീന ദീനാറ, 25 ദീനാർ ഈ ഉമ്മാക്ക് ഉമർ തങ്ങൾ ചെയ്ത, ഉമർ തങ്ങളിൽ നിന്ന് അനീതി ഉണ്ടായതിന്റെ പേരിൽ ആ അക്രമം ഉമർ റളിയല്ലാഹു തആല പൊരുത്തി പിടിച്ചതാണ് ഈ രേഖ. 25 ദീനാർ ഈ ഉമ്മാക്ക് ഉമർ തങ്ങൾ കൊടുക്കുന്നു. ഫമാ തദ്ദഇ അലൈഹി ഇൻദ വഖൂഫിഹി ഫിൽ മഹ്ശരി ബൈന യദയില്ലാഹ്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ ഒരിക്കലും ഈ പെണ്ണ് ഉമർ തങ്ങളോട് ഇത് ചോദിക്കരുത്, എന്നെ ഉമർ തങ്ങൾ ആക്രമിച്ചു എന്ന് ഇനി മശ്റയിൽ ഉമ്മ പറയരുത്. അതിന് ഉമർ തങ്ങൾ കൊടുക്കുന്ന 25 ദീനാറാണിത്. കാരണം ഉമർ തങ്ങൾ ഇനി നിരപരാധിയാണ്. ഉമർ തങ്ങൾ അറിഞ്ഞപ്പോഴേക്കും കൊടുത്തല്ലോ. ഷഹീദ അലാ ദാലിക അലിയ്യും വബ്നു മസ്ഊദ്, ഞാൻ ഈ ചെയ്തതിന് അലിയും ഇബ്നു മസ്ഊദും സാക്ഷികളാണ് എന്ന് മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കടലാസിൽ എഴുതി വെച്ചു. സ്വന്തം പുത്രൻ, സ്വന്തം മകൻ അബ്ദുല്ലാഹി തങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ അബ്ദുല്ലാഹ്, ഇദാ അന മിത്തു ഫജ്അൽഹാ ഫീ കഫനി അൽഖാ ബിഹാ റബ്ബി, മോനെ എന്നെ മറവ് ചെയ്യുമ്പോ എന്റെ കഫൻപടയിൽ ഈ കടലാസിന്റെ കഷ്ണം മോൻ ചേർത്ത് വെക്കണം. ഞാൻ ഈ രേഖയുമായി എന്റെ രക്ഷിതാവിനെ നാളെ കണ്ടുമുട്ടാൻ വേണ്ടി എന്റെ ഖബറിൽ എന്റെ കഫൻപടയോട് ചേർന്ന് ഈ ഒരു കടലാസിന്റെ കഷ്ണം വേണം. ഈ ഉമ്മയോട് ഞാൻ അനീതി ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുവിന് സാക്ഷി നിന്ന, ഉമർ എന്നവരുടെ ചെയ്ത ഈ പണിക്ക് സാക്ഷി നിന്ന അലിയും ഇബ്നു മസ്ഊദ്, അലി റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിന്റെയും റളിയല്ലാഹു അൻഹും ജമീഅ ഇവരുടെ സാക്ഷ്യപത്രത്തോടു കൂടിയ ഈ കത്ത് ഉമറിന്റെ കഫൻപടയിൽ ഖിയാമത്ത് നാൾ വരേക്കും കടക്കണം മോനെ, മോൻ മറന്നു പോവല്ലേ എന്ന് സ്വന്തം മകനെ ഏൽപ്പിച്ചുപോയ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇവിടെ നിന്നുകൊണ്ടാണ് ഇസ്ലാമിക ഭരണവും ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാമിന്റെ നിലപാടുകളും നീതിയും അഭയവും മനുഷ്യ നന്മയുമാണ് എന്ന് നമ്മൾ പറയുന്നത്. ഈ നന്മയും നീതിയും പഠിച്ചെടുത്തത് അഷ്റഫുൽ ഖൽഖിൽ നിന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് നീതി പഠിപ്പിക്കാൻ വന്ന, ഇല്ലം അഅദിൽ ഫമൻ യഅദിൽ, ഞാൻ നീതി ചെയ്തില്ലെങ്കിൽ ലോകത്ത് ആരാണ് നീതി ചെയ്യുക എന്ന് രോഷാകുലരായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുനൈൻ യുദ്ധം നടന്ന സമയത്ത് അവിടെ വിളിച്ചു പറഞ്ഞത് സ്വഹാബത്തിന്റെ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതിയുടെ പാഠം, നീതിയുടെ അന്തപാഠം പഠിപ്പിച്ചത് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് ഇതുപോലെയുള്ള വലിയ വലിയ മാതൃകകൾ ലോകത്ത് ചെയ്തു വെച്ചത്.